തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ JD ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർ, നമ്മുടെ മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ മൊത്തമായിട്ടുള്ള വോട്ടേഴ്സ് 11,12,190 ആളുകളുണ്ട്. അതിൽ മെയിൽ വോട്ടേഴ്സ് 5,24,022 ആളുകളും, ഫീമെയിൽ വോട്ടേഴ്സ് 5,88,156 ആളുകളും, ട്രാൻസ്ജെൻഡേഴ്സ് 12 ആളുകളും, പ്രവാസി വോട്ടർമാർ 129 ആളുകളുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 6 വിതരണ കേന്ദ്രങ്ങളും, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 6 വിതരണ കേന്ദ്രങ്ങളും, മുനിസിപ്പാലിറ്റികളിൽ 3 വിതരണ കേന്ദ്രങ്ങളും, 9 വിതരണ കേന്ദ്രങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെഷീൻസ് എല്ലാം കമ്മീഷനിങ് കഴിഞ്ഞ് ഇപ്പോൾ വിതരണ കേന്ദ്രങ്ങളിൽ സ്ട്രോങ് റൂമുകളിൽ വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ 10-ാം തീയതി രാവിലെ തൊട്ട് ഈ മെഷീൻസ് എല്ലാം പോളിംഗ് പാർട്ടീസ്ക്ക് നമ്മൾ കൈമാറും. അതിൻ്റെ ശേഷം പോളിംഗ് പാർട്ടീസ് എല്ലാം അവരുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കും. പോളിംഗ് ബൂത്തിൽ എത്തി നമുക്ക് 11-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 6 മണി വരേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്, വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്, പോളിംഗ് പാർട്ടീസ് എല്ലാം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി അവർക്ക് വിശദീകരിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 13 DYSP, 29 ഇൻസ്പെക്ടർ, 184 SI ASI, 2100 SCPമാർ CPമാർ, കൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് 467 467 സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും RF കമ്പനി 97D ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ വൈകിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടാൻ ജില്ലയിൽ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിൽ SHO ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടാതെ ലോ ആൻഡ് ഓർഡർ പാട്രോൾസും അതുപോലെ ഗ്രൂപ്പ് പാട്രോൾസ് രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിൽ ഒരു സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടാവും. 8 ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിൽ ഒരു സബ് ഡിവിഷൻ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ടാവും. ജില്ലാ തലത്തിൽ പല സ്ട്രൈക്കിംഗ് ഫോഴ്സ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ വെച്ചിട്ടുള്ളതാണ്. ജില്ലയിൽ മൊത്തമായിട്ട് 436 ബൂത്തുകളാണ് സെൻസിറ്റീവായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ 97 ബൂത്തുകളാണ് ക്രിട്ടിക്കൽ ബൂത്തുകളായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് പോലീസിന്റെ ശ്രദ്ധയും പോലീസിന്റെ എണ്ണം കൂടുതലുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നത് വരെ യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ വളരെ സമാധാനമായി തെരഞ്ഞെടുപ്പ് നടത്താനും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകരും സഹകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പോലീസ് ഇലക്ഷൻ കൺട്രോൾ റൂം 5-ാം തീയതി മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 24/7 ഒരു ഫോൺ നമ്പർ ഇതിലുള്ളതാണ്. നമ്പർ പോലീസ് ഇലക്ഷൻ കൺട്രോൾ റൂമിന്റെ നമ്പർ 9497928000 ആണ്. ഇലക്ഷൻ ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ എവിടെയെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ളത്, എന്തെങ്കിലും പരാതികൾ ഉള്ള, പോലീസ് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരാതികളുള്ള ഈ നമ്പറിൽ വിളിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. ഒരു തദ്ദേശീയമായിട്ട് നടക്കുന്ന ഇലക്ഷനാണ്. ഒരുപാട് സ്ഥാനാർത്ഥികളും തദ്ദേശം ഓരോ വാർഡിലും ഉള്ള ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മളും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ ഒരു സഹകരണം ഉണ്ടാവണം. നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഈ ഒരു ജനപ്രതിനിധികളാണ് അടുത്ത് ഉള്ള 5 വർഷം ഭരിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിലുള്ള ഓരോ സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടികളും വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നല്ല ഒരു കോപ്പറേഷൻ നമ്മളോട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇലക്ഷൻ നല്ല രീതിയിൽ ഒരു വിജയകരമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. നിങ്ങളുടെ സഹകരണം, ഒരാളുടെ സഹകരണവും വളരെ അത്യാവശ്യമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.